പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പലരും പുറത്തേക്ക് പറയാൻ മടി കാണിക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ മടി കാണിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഇതിൻ്റെ അങ്ങറ്റത്തെ സ്റ്റേജ്, അതായത് നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത അസഹ്യമായ വേദനയും നല്ല ബ്ലീഡിങ്ങും ഒക്കെ ആകുന്ന സമയത്തായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ റെഡിയാവുന്നത്. അപ്പോഴേക്കും ഇത് പുറത്തേക്ക് നല്ല തള്ളി വന്നിട്ടൊരു സർജറിയുടെയൊക്കെ സ്റ്റേജ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് തുടക്കത്തിലേ തിരിച്ചറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്കതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ സർജറിയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മലദ്വാരത്തിൻ്റെ അവിടെയുള്ള വെയിൻസ് ഡയലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഡയലേറ്റ് ചെയ്ത് ചില കണ്ടീഷൻസിൽ ഉള്ളിൽ തന്നെ ആയിരിക്കും, അതിന് നമ്മൾ ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്ന് പറയും. അത് പുറത്തേക്ക് തള്ളി വരണം എന്നില്ല, പക്ഷേ അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് പുറത്തേക്ക് തള്ളി വരാം. അപ്പോൾ ഈ പുറത്തേക്ക് തള്ളി വരുമ്പോഴാണ് മിക്കവരും ഇതൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നതും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയും ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്കിത് തിരിച്ചറിയാനുള്ള ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക. അത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ പോയി തീരാത്ത പോലത്തെ ഒരു സെൻസേഷനായിരിക്കും. ഇനിയും പോകണം അങ്ങനൊരു സെൻസേഷനായിരിക്കും. അതുപോലെ തന്നെ മലബന്ധം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലക്ഷണമാണ്. മലബന്ധം റിപ്പീറ്റഡായിട്ട് മലബന്ധം ഉണ്ടാകുന്നവരിൽ ഈ ഹെമറോയിഡ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മലദ്വാരത്തിൻ്റെ അവിടെ പെയിനൊക്കെ വരുന്നതിന് മുന്നേയായിട്ടൊരു വിങ്ങൽ പോലത്തെ സെൻസേഷനായിരിക്കും വരുന്നത്. അതിന് ശേഷമാണ് അത് പെയിനായിട്ട് മാറുന്നത്. പിന്നെ നീറ്റലും നല്ല പെയിനും ഒക്കെ ആയിട്ട് മാറാറുണ്ട്. പിന്നെ മലം പോകുന്ന സമയത്ത് മലത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിന് മുന്നോ ഇങ്ങനെ ബ്ലഡ് ഇറ്റ് വീഴാം, അല്ലെങ്കിൽ മലത്തിൻ്റെ കൂടെ ബ്ലഡ് പോകാം. അപ്പോൾ ഈ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഈ മലദ്വാരത്തിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ഇപ്പോൾ ഇത് പൊതുവെ എല്ലാവരും വിരശല്യമാണെന്ന് വിചാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ ചൊറിച്ചിൽ അതിൻ്റെ കൂടെ ഇതുപോലെ വിങ്ങൽ അങ്ങനത്തെ സെൻസേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടവിട്ട് ടോയ്ലറ്റിൽ പോകാൻ തോന്നൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹെമറോയിഡിൻ്റെ സാധ്യതയും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ ഇനി മലദ്വാരത്തിൻ്റെ അവിടെ കാണുന്ന ചെറിയ ചെറിയ തടിപ്പുകൾ, അതായത് സ്കിൻ ടാഗ് പോലെ കാണുന്ന ചെറിയ ചെറിയ തടിപ്പുകൾ, അത് പോകെ പോകെ അതിൻ്റെ സൈസ് കൂടി വരും. അത് ഈ ഹെമറോയിഡ്സ് ഉള്ളവരിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം ഈ പൈൽസിനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒറ്റമൂലികൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേൽ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളി വരുന്നത് പൈൽസിൻ്റെ മാത്രം ലക്ഷണം ആകണമെന്നില്ല. ചില കണ്ടീഷൻസിൽ റെക്റ്റം പുറത്തേക്ക് തള്ളി വരുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലത്തിൻ്റെ കൂടെ ബ്ലഡ് പോകുന്നത്, അതും ഈ പൈൽസിൻ്റെ മാത്രം ലക്ഷണമാകണമെന്നില്ല. അത് ചിലപ്പോൾ അഡ്വാൻസ് കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം റെക്ടൽ ക്യാൻസർ വരെ ആകാനുള്ള ചാൻസ് ഉണ്ട്. പൈൽസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഒരു റിസ്ക് ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി, അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, റിപ്പീറ്റഡായിട്ട് മലബന്ധം ഉണ്ടാകുന്ന ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഹെമറോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. അതിനോടൊപ്പം കൃത്യമായ ഡയറ്റും ട്രീറ്റ്മെൻറ്റും ഫോളോ ചെയ്യുക.